ഓണം എത്തിയില്ലേ? അപ്പൊ ക്ലീനിങ്ങിന്റെ തിരക്കായിരിക്കുമല്ലോ. പൊടിയോ അഴുക്കോ ഒന്നുമില്ലാണ്ട് വീട് നല്ല കണ്ണാടി പോലെ തിളങ്ങാനും നല്ല സുഗന്ധം നിറയ്ക്കാനുള്ള ഒരു അടിപൊളി ടിപ്പാണ് ഞാനിന്ന് പറയുന്നത്. അതിനായിട്ട് നമുക്ക് ആകെ വേണ്ടത് കുറച്ച് കംഫർട്ടും പിന്നെ കടുകുമാണേ. ഈ വീഡിയോ നിങ്ങൾ എന്തായാലും കണ്ടു നോക്ക്. ഉറപ്പായിട്ടും ഇഷ്ടപ്പെടും. പിന്നെ ഞാൻ ഒരു കാര്യം പ്രത്യേകം പറയാം. നമ്മുടെ വീട്ടിൽ മൈഗ്രെയിൻ ഉള്ള ആളുകളാണ്, അല്ലെങ്കിൽ എന്തെങ്കിലും മണമൊക്കെ അടിച്ചാൽ തലവേദന ആവുന്നുള്ളവരാണെങ്കിൽ ഈ ടിപ്പ് നിങ്ങൾ ട്രൈ ചെയ്യേണ്ട. അല്ലാത്തവർ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. സാധാരണ നമ്മൾ അലക്കുന്ന സമയത്ത് ഡ്രസ്സിന് നല്ലൊരു മണം കിട്ടാൻ വേണ്ടിയിട്ടാണ് കംഫർട്ട് ഉപയോഗിക്കുന്നത്. എന്നാൽ ഇന്ന് നമുക്ക് നമ്മുടെ വീട് എങ്ങനെ കംഫർട്ട് ഉപയോഗിച്ചിട്ട് ക്ലീൻ ചെയ്യാന്നുള്ളത് നോക്കാം. അപ്പോൾ ഓരോരോ ടിപ്പുകളായിട്ട് നിങ്ങളൊന്ന് കണ്ടു നോക്കേ. അപ്പം നമുക്ക് ആദ്യം ഒരു സൊല്യൂഷൻ ഉണ്ടാക്കിയെടുക്കണം. അതിനായിട്ട് ഒരു പാത്രം അടുപ്പത്ത് വെച്ച് അതിലേക്ക് ഒരു കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വെള്ളം നല്ലപോലെ ഒന്ന് ചൂടായിട്ട് വരുമ്പോൾ അതിലേക്ക് ഒരടപ്പ് കംഫർട്ടും കൂടെ ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ വീട്ടിൽ സാധാരണ നോൺ വെജ് ഒക്കെ കുക്ക് ചെയ്യുന്ന സമയത്ത് ഒരു മണം ഉണ്ടാവും. അപ്പോൾ അതൊക്കെ മാറി കിട്ടാനായിട്ട് ഇതുപോലെ കുറച്ച് വെള്ളത്തിൽ കംഫർട്ട് ഒഴിച്ചിട്ട് ഒന്ന് ചൂടാക്കി കൊടുത്താൽ മതി. അപ്പോൾ വീട് മുഴുവൻ നല്ലൊരു മണം ഉണ്ടാവും. പിന്നെ അതേപോലെ തന്നെ നമുക്ക് എന്തെങ്കിലും പാർട്ടി ഉള്ള സമയത്ത് അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ ഗസ്റ്റ് ഒക്കെ വരികയാണെങ്കിൽ നമ്മുടെ കുക്കിംഗ് എല്ലാം കഴിഞ്ഞതിന് ശേഷം ഇതുപോലെ ഒന്ന് ചെയ്താൽ വേറെ എയർ ഫ്രഷ്നറിൻ്റെ ഒന്നും ആവശ്യമേ ഇല്ല. പല്ലിയും പാറ്റയൊക്കെ കിച്ചണിൽ വരുന്നുണ്ടെങ്കിൽ അതിനുള്ള ഒരു സൊല്യൂഷൻ കൂടെയാണ് ഇത്. ഇതുപോലെ ചൂടുള്ള വെള്ളം, അതായത് കംഫർട്ടിന്റെ വെള്ളം നമ്മൾ സിങ്കിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ കിച്ചണിൽ പല്ലീന്റെയും പാറ്റേന്റെയും ഒന്നും ശല്യം ഉണ്ടാവില്ല. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ബ്ലോക്ക് ആവുന്ന കിച്ചൺ സിങ്ക് ഒക്കെ ആണെങ്കിൽ ഇതുപോലെ ചൂടുവെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്താൽ പെട്ടെന്ന് തന്നെ ആ ബ്ലോക്ക് മാറി കിട്ടുവേ. സിങ്കിലേക്ക് ഒഴിക്കുമ്പോൾ ചൂടോടുകൂടെ ഒഴിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണേ. പിന്നെ ഈ മഴക്കാലമൊക്കെ അല്ലേ, അപ്പൊ സന്ധ്യയാകുമ്പോൾ കൊതുകള് വരിവരിയായിട്ട് വരും. അപ്പൊ അതിനൊരു സൊല്യൂഷനും കൂടെ ഉണ്ടേ. ഈ കംഫർട്ടിന്റെ വെള്ളം കുറച്ചൊരു പാത്രത്തിലേക്ക് ഒഴിച്ച് അതിലേക്ക് ഇതുപോലെ ഒന്നോ രണ്ടോ കർപ്പൂരം ഒന്ന് പൊടിച്ചിട്ടതിന് ശേഷം സോഫേന്റെ അടിയിലോ കട്ടിലിന്റെ അടിയിലോ എവിടെയാന്ന് വെച്ചാൽ ഒന്ന് വെച്ചു കൊടുത്താൽ മതി. കൊതുകിന്റെ ശല്യം ഉണ്ടെങ്കിൽ ഈ ഒരു സൂത്രം ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. പിന്നെ ഞാൻ പ്രത്യേകം പറയാം, കുറച്ച് വയസ്സായ ആളുകൾ വീട്ടിലുണ്ടെങ്കിൽ അവരെ കട്ടിന്റെ വീട്ടിലൊന്നും ഇത് കൊണ്ടാക്കാൻ പാടില്ല. ചെറിയ കുഞ്ഞുങ്ങളെയും കൊണ്ടാക്കണ്ട. അപ്പൊ അവർക്ക് ചിലപ്പം സ്മെല്ല് പിടിച്ചെന്ന് വരില്ല. അപ്പൊ സ്മെല്ല് പറ്റുമെങ്കിൽ മാത്രം ചെയ്താൽ മതി. ഇനി ഇത് നല്ലപോലെ ചൂടാറിയ ശേഷം നമുക്കിതൊരു സ്പ്രേ ബോട്ടിലേക്ക് മാറ്റാം. അപ്പൊ നമുക്ക് ഇഷ്ടമുള്ള ടൈപ്പ് കുപ്പിയിലേക്ക് മാറ്റാം. ഞാനിപ്പോൾ ഒരു സ്പ്രേന്റെ ബോട്ടിലാണ് എടുത്തത്. നല്ലപോലെ ക്ലീൻ ചെയ്ത് വൃത്തിയാക്കിയ ബോട്ടിലാണ്. അപ്പൊ ഞാൻ അതിലേക്ക് ഇത് തണുത്തതിന് ശേഷം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇത് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ വീട് മുഴുവൻ ക്ലീൻ ചെയ്തെടുക്കാൻ പോകുന്നത്. നമ്മുടെ വീട്ടിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുന്ന ഒരു കാര്യമാണ് കണ്ണാടി. അപ്പൊ കണ്ണാടി അഴുക്ക് പിടിച്ച് കിടന്നാല് കാണാൻ ഒരു ഭംഗി ഉണ്ടാവില്ല. അപ്പൊ നമ്മുടെ വാഷ് ബേസിന്റെ സൈഡിലും വീട്ടിലൊക്കെയുള്ള കണ്ണാടീന്റെ മങ്ങലൊക്കെ മാറ്റാൻ കുറച്ച് വെള്ളം ഇതുപോലെ സ്പ്രേ ചെയ്ത് കൊടുത്തിട്ട് ഒരു ടിഷ്യൂ വെച്ചിട്ട് നല്ലപോലെ ഒന്ന് തുടച്ചു കൊടുത്താൽ മതി. കണ്ണാടിയൊക്കെ നല്ലപോലെ ക്ലീൻ ആയിട്ട് വരും. ഇതിപ്പോ അഴുക്കും പൊടിയൊക്കെ പിടിച്ച ഒരു പഴയ കണ്ണാടിയാണ്. നിങ്ങൾക്ക് റിസൾട്ട് കാണാൻ വേണ്ടിയിട്ട് ഞാൻ അതിൽ ചെയ്ത് കാണിച്ചതാണ്. പെട്ടെന്ന് തന്നെ കണ്ണാടി നല്ലപോലെ ക്ലിയർ ആയിട്ടുണ്ട്. പിന്നെ ഇതുപോലെ തന്നെ നമ്മുടെ വീട്ടിലെ ഗ്ലാസിന്റെ ജനലുകളൊക്കെ ഇല്ലേ, അതിലൊക്കെ എപ്പോഴും പൊടിയും അഴുക്കൊക്കെ പിടിച്ചിട്ടുണ്ടാവും. അപ്പൊ അതൊക്കെ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്ത് നല്ലപോലെ ഒന്ന് തുടച്ചു കൊടുത്താൽ മതിയാവും. ആ പൊടിയും അഴുക്കൊക്കെ മാറി ഗ്ലാസ് നല്ലപോലെ ക്ലീനായി നല്ല തിളങ്ങി കിട്ടും. ഇതുപോലെ തന്നെ നമ്മുടെ വീട്ടിലെ ഡൈനിങ് ടേബിളൊക്കെ ഗ്ലാസിൻ്റെതാണെങ്കിൽ ഇതുപോലെ സ്പ്രേ ചെയ്ത് തുടച്ചു കളഞ്ഞാൽ നല്ലപോലെ ക്ലീൻ ആവുകയും ചെയ്യും. അതുപോലെ തന്നെ ഫുഡിന്റെ ഒന്നും ചീത്ത സ്മെല്ല് ഉണ്ടാവുകയില്ല. നല്ലപോലെ ക്ലിയർ ആയി ക്ലീൻ ആയി നല്ല മണം ഉണ്ടാവേ. പിന്നെ നമ്മുടെ ബാത്റൂമിന്റെ പുറത്തുള്ള ചവിട്ടിയിലൊക്കെ ഇതുപോലെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ വേറെ പ്രത്യേകിച്ച് ബാഡ് സ്മെല്ലൊന്നും ഉണ്ടാവില്ല. നല്ല മണം ഉണ്ടാവും. പിന്നെ നമ്മൾ നമ്മുടെ വീടുകളിൽ സാധാരണ ചിക്കനും മീനും ഒക്കെ പൊരിക്കുന്ന സമയത്ത് നമ്മുടെ സ്റ്റൗ ടോപ്പിൽ ഇതുപോലെ എണ്ണയൊക്കെ തെറിച്ചിട്ട് നല്ലപോലെ വൃത്തികേടാവാറുണ്ട്. അപ്പം നമ്മളൊരു തുണി വെച്ച് തുടച്ചാലൊന്നും അതത്ര നീറ്റായിട്ട് വരില്ല. ഒരു സ്മെല്ലും ഉണ്ടാവും. അപ്പം നമുക്ക് അതൊക്കെ മാറ്റാനും എളുപ്പത്തിൽ ക്ലീൻ ചെയ്യാനും വേണ്ടിയിട്ട് ഇതുപോലെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്തതിന് ശേഷം ഒരു തുണി വെച്ചിട്ട് നല്ലപോലെ ഒന്ന് തുടച്ചു കൊടുത്താൽ മതിയാവും. ഡെയിലി നൈറ്റൊക്കെ നമ്മൾ അടുക്കള ക്ലീൻ ചെയ്യുന്ന സമയത്ത് ഇതുപോലെ തുടച്ചു കൊടുത്താലും നല്ല വൃത്തിയാവും. ഗ്ലാസിന്റെ ടോപ്പൊക്കെ ആവുന്ന സമയത്ത് വേഗം വൃത്തികേടാവും. അപ്പം നമ്മൾ ഇതുപോലെ ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് വൃത്തിയായി കിട്ടുകയും ചെയ്യും. വേറെ പ്രത്യേകിച്ച് നന്നില്ലാത്ത മണമൊന്നും ഉണ്ടാവുകയില്ല. നമ്മുടെ കുക്കിംഗ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം കിച്ചൺ കൗണ്ടർ ടോപ്പൊക്കെ ഇതുപോലെ ഒന്ന് സ്പ്രേ ചെയ്ത് തുടച്ചു കൊടുക്കുകയാണെങ്കിൽ പല്ലി, പാറ്റ, എറുമ്പ് ഇതിന്റെ ഒന്നും ശല്യം ഉണ്ടാവില്ല. ഡെയിലി രാത്രി നമ്മൾ കിച്ചൺ ക്ലീൻ ചെയ്യുമ്പോൾ ഇതുപോലെ ക്ലീൻ ചെയ്ത് വെച്ചാൽ നല്ലൊരു മണവും ഉണ്ടാവും. പ്രത്യേകിച്ച് പ്രാണികളുടെ ശല്യങ്ങളൊന്നും ഉണ്ടാവുകയില്ല. നമ്മുടെ എല്ലാവരും വീട്ടിൽ ഡെക്കോറിന് വേണ്ടിയിട്ട് ഇതുപോലെ ആർട്ടിഫിഷ്യൽ ഫ്ലവേഴ്സ് വെക്കാറുണ്ട്. അപ്പൊ അതിലേക്ക് ഇതുപോലെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ നല്ലൊരു മണമായിരിക്കും. ഗസ്റ്റ് ഒക്കെ വരുന്ന സമയത്ത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പ്രത്യേകിച്ച് ഫ്രഷ്നറിന്റെ ആവശ്യമൊന്നുമില്ല. ഇനി ഇതുപോലെ കംഫർട്ട് ഒഴിച്ചിട്ട് ഒരു സൊല്യൂഷൻ ഉണ്ടാക്കാനൊക്കെ ബുദ്ധിമുട്ടാണെങ്കിൽ ഞാൻ വേറൊരു എളുപ്പമുള്ള ടിപ്പ് പറഞ്ഞുതരാം.
ആദ്യം നമുക്ക് ഇതുപോലെ ചെറിയൊരു പാത്രം എടുക്കണം. എന്നിട്ട് അതിന്റെ മൂടിയിൽ കുഞ്ഞി കുഞ്ഞി തുളകൾ ഇട്ട് കൊടുക്കണം. ഇനി ആ പാത്രത്തിലേക്ക് കുറച്ച് കടുകിട്ട് കൊടുക്കാം. ഇനി അതിലേക്ക് നമുക്ക് കുറച്ച് കംഫർട്ടും കൂടെ ഒഴിച്ചു കൊടുക്കാം. കടുക് വേണമെങ്കിൽ ഒന്ന് ചതച്ചിട്ട് ഇട്ട് കൊടുത്താലും മതിയാവേ. പിന്നെ നമുക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ കടുക് ചീത്ത സ്മെല്ലെല്ലാം വലിച്ചെടുക്കും. പിന്നെ കംഫർട്ട് നമ്മുടെ വീട്ടിൽ നല്ലൊരു മണം കിട്ടാനായിട്ട് ഉപയോഗിക്കുകയും ചെയ്യാം. ഇനി നമുക്കിത് അടച്ചു വെക്കാം. നമ്മൾ നേരത്തെ ഈ മൂടിയിൽ കുഞ്ഞി കുഞ്ഞി ഓട്ടകൾ ഇട്ട് കൊടുത്തത് ഈ മണം പുറത്തേക്ക് നല്ലപോലെ വരാൻ വേണ്ടിയിട്ടാണ്. അപ്പം നമുക്കിത് വേണമെങ്കിൽ ലിവിംഗ് റൂമിലോ ഡൈനിങ് റൂമിലോ എവിടെയാന്ന് വെച്ചാൽ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് വെച്ച് കൊടുക്കാം. അപ്പോൾ ഈ ടിപ്പെല്ലാം ഇഷ്ടമായാൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ.